ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു അടിപൊളി ബീഫ് റോസ്റ്റുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 കിലോ ബീഫ് കുക്കറിലേക്ക് ഇടാം. ആവശ്യത്തിന് കാശ്മീരി ചില്ലിപ്പൊടി, മല്ലിപ്പൊടി, ഏറ്റവും അത്യാവശ്യം കുരുമുളക് പൊടിയാണ്. ഒരു 2 ടീസ്പൂൺ ഇട്ടോ. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ബീഫ് മസാല, കുറച്ച് സവാള, ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. നമുക്ക് എല്ലാതും ഒന്ന് മിക്സ് ആക്കി എന്നിട്ടൊരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി വാട്ടാം. ഉള്ളി വാടിയിട്ട് മുളക് നന്നായി മുരിഞ്ഞുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഒന്ന് നന്നായി ഉടച്ചിങ്ങനെ കൊടുക്കാം. നല്ല മാതിരി ഇങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇടാം. ഹായ് കൂട്ടുകാരെ, ഒരു ബീഫ് കറി നന്നാവണമെങ്കിൽ അതിൽ ചേർക്കുന്ന ചേരുവകൾ മാത്രമല്ല, കുക്കറിൽ നിന്ന് തട്ടിയതിന് ശേഷം നന്നായി ഇളക്കി അതിനെ പാകപ്പെടുത്തണം. ദേ ഇതുപോലെ ഇങ്ങോട്ട് നോക്കൂ. പിന്നെ കൂട്ടുകാരെ, നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്യാസും കുറ്റി വേറെ ഒരെണ്ണം കൂടി ബുക്ക് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഗ്യാസ് തീർന്നു പോയി എന്ന് പറഞ്ഞ് പരാതി പറയരുത്. എത്രയും ടൈം ഇങ്ങനെ ഇളക്കുന്നോ അത്രയും ബീഫ് നന്നായിരിക്കും. ആ മണം സഹിക്കാൻ പറ്റുന്നില്ല. എന്താ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. നല്ല പോലെ വരട്ടിയെടുത്തിട്ടുണ്ട് ബീഫ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല സ്വാദിഷ്ടമായ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.